Dear students, welcome to the class of non-destructive testing. In this class, we will discuss the topics calibration of ultrasonic test equipment, reference block with artificially created defects, modes of display, that is A scan, B scan and C scan, time of flight, diffraction, then applications, advantages and limitations of ultrasonic testing. First topic, calibration of equipment. Whenever the indications are indirect, like a defect signal in the case of ultrasonic testing, the inspector is not able to see the defect directly. In such cases, it is necessary to calibrate the instrument before it is used. Otherwise, the inspector may be end up with the result which are erroneous. മീൻസ് ഈ അൾട്രാസോണിക് ടെസ്റ്റിംഗ് അതൊരു നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് മെത്തേഡാണ്. അതായത് മെറ്റീരിയലിനെ ഹാം ചെയ്യാതെ അതിൻ്റെ അകത്തുള്ള ഡിഫക്ട്സ് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാനുള്ള ഒരു മെത്തേഡാണ് അൾട്രാസോണിക് ടെസ്റ്റിംഗ് മെത്തേഡ്. ഇതിൽ അൾട്രാസോണിക് വേവ്സ് ആണ് ഉപയോഗിക്കുന്നത്. മെയിൻലി നമുക്ക് ഡിഫക്റ്റ് സിഗ്നലായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതായത് ആ മെറ്റീരിയലിലൂടെ അൾട്രാസോണിക് വേവ്സ് പാസ് ചെയ്യുന്ന സമയത്ത് ആ വേവ്സ് ഡിഫക്റ്റ് എന്ന് റിഫ്ലക്റ്റ് ചെയ്യും. തിരിച്ചിട്ട് ആ ഡിഫക്റ്റ് ഇക്കോനെ കളക്ട് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം ആ ഇനീഷ്യൽ പൾസ്, അതേപോലെ ബാക്ക് വാൾ എക്കോ, ഇതിൻ്റെ ഇടയിലായിട്ട് എനിക്കൊരു സിഗ്നൽ കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഡിഫക്റ്റ് ഉണ്ട്, ആ ഒരു കമ്പോണൻറ്റിൽ ഡിഫക്റ്റ് ഉണ്ട്. അതാണ് ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിളിൽ വരുന്നത്. ഒക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണത്. പക്ഷെ ഇത്തരം കേസിൽ ഇൻഡിക്കേഷൻസ് ഇൻഡയറക്റ്റ് ആണ്. ഫോർ എക്സാമ്പിൾ ലിക്വിഡ് പെനിട്രൻ്റ് ഇൻസ്പെക്ഷൻ, അതേപോലെ മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷൻ, അതൊക്കെ സർഫസ് എൻറ്റിറ്റി മെത്തേഡ്സ് ആണ്. അതിൽ നമുക്ക് ഡയറക്റ്റായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഡിഫക്റ്റിനെ ഡയറക്റ്റായിട്ട് നമുക്ക് ഇൻഡിക്കേറ്റ് തരുന്നുണ്ട്. പക്ഷേ ഈ ഒരു കേസ് അൾട്രാസോണിക്കിലോട്ട് വരുന്ന സമയത്ത് ഇൻഡിക്കേഷൻസ് ഇൻഡയറക്റ്റ് ആണ്. നമുക്ക് ആ ഡിഫക്റ്റിനെ ഡയറക്റ്റായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നില്ല, പക്ഷേ അതിൽ നിന്നൊരു സിഗ്നലാണ് കിട്ടുന്നത്. അതാണ് ഇൻഡയറക്റ്റ് എന്ന് പറയുന്നത്. അത്തരം കേസിൽ ഇൻസ്ട്രുമെൻറ്റിനെ കാലിബ്രേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ. അതാണ് പറഞ്ഞതിൻ്റെ മീനിങ്. ഇനി എന്താ കാലിബ്രേഷൻ എന്ന് വെച്ചാൽ, കാലിബ്രേഷൻ ഈസ് ദ ഓപ്പറേഷൻ ഓഫ് കോൺഫിഗറിംഗ് ദ അൾട്രാസോണിക് ടെസ്റ്റ് എക്യുപ്മെൻറ്റ് ടു നോൺ വാല്യൂസ്. ദിസ് പ്രൊവൈഡ്സ് ദ ഇൻസ്പെക്ടർ വിത്ത് മീൻസ് ഓഫ് കമ്പയറിംഗ് ടെസ്റ്റ് സിഗ്നൽസ് ടു നോൺ മെഷർമെൻറ്റ്സ്. കാലിബ്രേഷൻ എന്ന് വെച്ചാൽ ആ അൾട്രാസോണിക് എക്യുപ്മെൻറ്റിനെ നോൺ വാല്യൂസിലോട്ട് സെറ്റ് ചെയ്ത് കോൺഫിഗർ ചെയ്യുകയാണ്. മീൻസ് നമുക്ക് അറിയാവുന്ന അതിന് റെഫറൻസ് ബ്ലോക്കൊക്കെ ഉപയോഗിക്കാനുണ്ട്. അത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യും. മീൻസ് ആ ഇൻസ്ട്രുമെൻറ്റിനെ ഒരു നോൺ വാല്യൂയിലോട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നത്. അതിനുശേഷം നമുക്ക് അങ്ങനെ റിസൾട്ട് കിട്ടുന്നത് ഈ ഡിഫക്റ്റ് നിന്നുണ്ടാകുന്ന സിഗ്നലും ഈ നോൺ സിഗ്നലും തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. ഓക്കെ, കാലിബ്രേഷൻ്റെ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ മെർക്കുറി ഇൻ ഗ്ലാസ് തെർമോമീറ്റർ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അത് ഒരു ബോഡിയിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റായിട്ട് അതിൻ്റെ ടെമ്പറേച്ചർ ഇൻഡിക്കേറ്റ് ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, ഗ്രാജുവേഷൻസ് നോക്കിയാൽ നമുക്ക് ടെമ്പറേച്ചർ റീഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതെന്തുകൊണ്ടാണ് പറ്റുന്നത്? അതിന് ഓൾറെഡി കാലിബ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഐസ് പോയിൻറ്റും അതേപോലെ സ്റ്റീം പോയിൻറ്റും റെഫറൻസ് ആയിട്ട് അതിനെ ഓൾറെഡി കാലിബ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഗ്രാജുവേഷന് ഡയറക്റ്റായിട്ട് ആ റീഡിങ് എടുക്കാൻ വേണ്ടി പറ്റുന്നത്. കാലിബ്രേറ്റ് ചെയ്യാത്ത ഒരു തെർമോമീറ്റർ ആണെങ്കിലോ നിങ്ങൾ ബോഡിയിൽ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് മെർക്കുറിയുടെ റൈസ് നിങ്ങൾക്ക് അതിൽ കാണാൻ വേണ്ടി പറ്റും. അല്ലാതെ അതിന് കറസ്പോണ്ടിങ് ടെമ്പറേച്ചർ എത്രയാണ് നമുക്ക് അറിയാനുള്ള വകുപ്പില്ല. ഓക്കെ, അതാണ് കാലിബ്രേഷൻ എന്ന് പറയുന്നത്. ഇനി പർപ്പസ് ഓഫ് കാലിബ്രേഷൻ: ടു എൻഷുർ കൺസിസ്റ്റൻ്റ് പെർഫോമൻസ് ഓഫ് അൾട്രാസോണിക് ടെസ്റ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്. അതായത് ഇൻസ്ട്രുമെൻറ്റ് കുറേ കാലം യൂസ് ചെയ്യുന്നുണ്ടാവും. അത് എല്ലാ കാലത്തും നമുക്ക് കറക്റ്റായിട്ട് റിസൾട്ട് തരണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു പർട്ടിക്കുലർ ഡ്യൂറേഷൻ കഴിയുന്ന സമയത്ത് റീകാലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ. സെക്കൻഡ് പോയിന്റ്, ടു ചെക്ക് ദ സെൻസിറ്റിവിറ്റി, റെസൊല്യൂഷൻ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അൾട്രാസോണിക് പ്രോബ്. ദെൻ തേർഡ് വൺ, ടു ഇവാലുവേറ്റ് ഡിസ്കണ്ടിന്യൂറ്റീസ് ഫോർ ദെയർ സൈസ് ആൻഡ് ലൊക്കേഷൻ. അതായത് ഒരു ഡിഫക്റ്റിൻ്റെ സൈസും ലൊക്കേഷനൊക്കെ നമുക്ക് അറിയണമെങ്കിൽ അതിന് ഈ നോൺ വാല്യൂസ്, അതായത് കാലിബ്രേറ്റഡ് റിസൾട്ടുമായിട്ട് കമ്പയർ ചെയ്യണം. ഫോർത്ത് വൺ, ടു പ്രൊവൈഡ് എ കോമൺ ബേസിസ് ഫോർ എക്സ്പ്രസിങ് ദ ടെസ്റ്റ് റിസൾട്ട്. ഓക്കെ, ഇനി എങ്ങനെയാണ് കാലിബ്രേറ്റ് ചെയ്യുന്നത് അതിനാവശ്യമായ കാര്യങ്ങളാണ് പറയുന്നത്.
reference block with artificially created defect. There is a need of some reference standards which are used to validate the parameters of operation of equipment and to help the inspector in defining the size and location of flaws. ഞാനിപ്പോൾ മെർക്കുറി ഇൻ ഗ്ലാസ് തെർമോമീറ്ററിൻ്റെ പറഞ്ഞ സമയത്ത് റെഫറൻസ് പോയിൻ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലുപയോഗിക്കുന്ന റെഫറൻസ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഐസ് പോയിൻറ്റും അതേപോലെ സ്റ്റീം പോയിൻറ്റുമാണ്. ഇതാണ് അത് കാലിബ്രേറ്റ് ചെയ്യാൻ എടുക്കുന്ന റെഫറൻസ് പോയിൻറ്റ്. അതേപോലെ ഈ അൾട്രാസോണിക് ഇക്വിപ്മെൻറ്റ് കാലിബ്രേറ്റ് ചെയ്യണമെങ്കിലും സം റെഫറൻസ് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ റെഫറൻസ് ബ്ലോക്സ് വേണം. എന്നാൽ മാത്രമേ അത് നമുക്ക് കാലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ആ കാലിബ്രേറ്റ് ചെയ്തിട്ട് ഇൻസ്ട്രുമെൻറ്റിനെ കാലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആക്ച്വൽ മെഷർമെൻറ്റ്, ആക്ച്വൽ ഒരു സ്പെസിമെൻ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ സിഗ്നൽ, അവിടെ കിട്ടുന്ന സിഗ്നലും ആ കാലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന സിഗ്നലും കമ്പയർ ചെയ്താൽ എവിടെയാണ് ഡിഫക്റ്റ് ഇല്ലെന്ന് ആ ഡിഫക്റ്റിൻ്റെ സൈസും ലൊക്കേഷനും ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇനി എന്താണ് റെഫറൻസ് സ്റ്റാൻഡേർഡ് എന്ന് വെച്ചാൽ, റെഫറൻസ് സ്റ്റാൻഡേർഡ് മേ ബി ഓഫ് ആർട്ടിഫിഷ്യലി ഇൻഡ്യൂസ്ഡ് ഫ്ലോസ് ഓഫ് നോൺ സൈസ് വിത്ത് നോൺ ഡെപ്ത് ഫ്രം ദി സർഫസ് ഓഫ് ദി മെറ്റീരിയൽ. By comparing the signals from reference standard with the actual flow signals, the location and size of defect can be estimated. ഇവിടെ ഞാൻ കുറച്ച് റെഫറൻസ് ബ്ലോക്ക് കാണിച്ചിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ റെഫറൻസ് ബ്ലോക്ക് എന്ന് വെച്ചാൽ ഈ ഒരു ബ്ലോക്ക്, ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് വെച്ചാൽ ആ ടെസ്റ്റ് സ്പെസിമെൻ, അതിൻ്റെ സെയിം മെറ്റീരിയലാണ് നോർമലി റെഫറൻസ് ബ്ലോക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിൽ ആർട്ടിഫിഷ്യലായിട്ട് ഡിഫക്ട്സ് ക്രിയേറ്റ് ചെയ്യും. റെഫറൻസ് ബ്ലോക്കിൽ ഇപ്പം ഇവിടെ ഒരു ഹോള് കാണുന്നുണ്ട്, അതേപോലെ ഇവിടെ നിങ്ങൾക്കൊരു ഹോള് കാണാൻ വേണ്ടി പറ്റും, ഇവിടെ ഹോള്, ഇവിടെ ഒരു നോച്ചൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഇതൊക്കെ ഇതിലുണ്ടാക്കുന്ന ആർട്ടിഫിഷ്യൽ ഡിഫക്റ്റാണ്. ആ ഡിഫക്റ്റിൻ്റെ സൈസ്, അതേപോലെ എക്സാക്റ്റ് ലൊക്കേഷൻ, മീൻസ് ഈ ഒരു ഫേസിലാണെന്നുള്ളത്, അപ്പുറത്തെ ഓപ്പോസിറ്റ് ഫേസിൽ നിന്ന് ആ ഹോളിലോട്ടുള്ള ഡിസ്റ്റൻസ്, അതേപോലെ ഈ ഹോളിൻ്റെ ഡയമീറ്റർ, അതേപോലെ ആ ഹോളിൻ്റെ ഡെപ്ത് എത്രയാണോ ആ വാല്യൂസൊക്കെ ഓൾറെഡി നോൺ ആയിരിക്കും. അതായത് ആ മെറ്റീരിയൽ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഡിഫക്ട്സ് ആണിത്. ഇതാണ് നമ്മൾ റെഫറൻസ് ബ്ലോക്ക് ആയിട്ട് എടുക്കുന്നത്. അതിനുശേഷം അൾട്രാസോണിക് ടെസ്റ്റ് എക്യുപ്മെൻറ്റ് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ടെസ്റ്റ് ചെയ്യും, എന്നിട്ട് ഇൻസ്ട്രുമെൻറ്റിനെ കാലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, കാരണം ഇതിൻ്റെ ഡയമെൻഷൻസൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. ഇവിടെ എവിടെയാണ്, ഫോർ എക്സാമ്പിൾ ഈ ഒരു സർഫസിൽ നിന്ന് അതിലോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, ആ ഡിഫക്റ്റിലോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, അതൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റുന്ന വാല്യൂസാണ്. ആ നോൺ വാല്യൂസ് വെച്ചിട്ടാണ് കാലിബ്രേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഈ ഒരു നോൺ വാല്യൂസ്, ഇതിൻ്റെ ബേസ് ചെയ്തിട്ട് വരുന്ന സിഗ്നൽസും ആക്ച്വൽ ഡിഫക്റ്റ് എന്ന് വരുന്ന സിഗ്നൽ നമ്മൾ കമ്പയർ ചെയ്താൽ അതിൻ്റെ ലൊക്കേഷൻസ് ഐഡൻറ്റിഫൈ എടുക്കാൻ വേണ്ടി പറ്റും. ഇനി അതിൻ്റെ റിക്വയർമെൻറ്റ്സ് ആണ്. ദ മെറ്റീരിയൽ ഓഫ് ദ റെഫറൻസ് സ്റ്റാൻഡേർഡ് ഷുഡ് ബി ദ സെയിം ആസ് ദ മെറ്റീരിയൽ ബീങ് ഇൻസ്പെക്റ്റഡ് ആൻഡ് ദി ആർട്ടിഫിഷ്യലി ഇൻഡ്യൂസ്ഡ് ഫ്ലോ ഷുഡ് ക്ലോസ്ലി റിസംബിൾ ദാറ്റ് ഓഫ് ദി ആക്ച്വൽ ഫ്ലോ. റെഫറൻസ് ബ്ലോക്ക് ആക്കുന്ന മെറ്റീരിയൽ അതെന്ന് വെച്ചാൽ നമ്മുടെ ടെസ്റ്റ് സ്പെസിമെൻ്റെ സെയിം മെറ്റീരിയലായിരിക്കണം. അതൊരു റിക്വയർമെൻ്റ് ആണ്, കാരണം സെയിം അക്വസ്റ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണത്. സെക്കൻഡ് റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യലി ഇൻഡ്യൂസ്ഡ് ഡിഫക്റ്റ് എന്ന് പറയുന്നത് ആക്ച്വൽ ഡിഫക്റ്റ്, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഡിഫക്റ്റിൻ്റെ അതുമായിട്ട് റിസംബ്ലൻസ് ഉണ്ടാവണം. പക്ഷേ ആ സെക്കൻഡ് റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. സെക്കൻഡ് റിക്വയർമെൻറ്റ് ഈസ് എ മേജർ ലിമിറ്റേഷൻ ഓഫ് മോസ്റ്റ് സ്റ്റാൻഡേർഡ് റെഫറൻസ് samples. Most use drilled holes and notches that do not closely represent real flows. നോർമലി ഉപയോഗിക്കുന്നത് ഇപ്പോൾ കാണിച്ചതുപോലെ ഡ്രിൽഡ് ഹോൾസ്, ചെറിയ ഹോൾസ്, അതേപോലെ നോച്ചസ്, ഇതൊക്കെയാണ് ആർട്ടിഫിഷ്യൽ ഫ്ലോസ് ആയിട്ട് ഡിഫക്ട്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷേ അതൊന്നും ഒരിക്കലും ആ മെറ്റീരിയലിൻ്റെ അകത്തുള്ള ആക്ച്വൽ ഡിഫക്റ്റുമായിട്ട് സിമിലാരിറ്റി വരാത്തതാണ്. അതിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. In most cases, artificially induced defects in reference standards are better reflector of sound energy due to their flatter and smoother surface and produces indication that are larger than those that a similar sized flow would produce. അതായത് ഇവിടെ ഞാൻ ആർട്ടിഫിഷ്യലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോൾസ് അല്ലെ നോച്ചസ് എന്ന് പറയുന്നത് നല്ല സ്മൂത്ത് ആയിട്ടുള്ളതാണ്. അവിടെ നിന്ന് നല്ല റിഫ്ലക്ഷൻ കിട്ടും. അൾട്രാസോണിക് വേവ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല റിഫ്ലക്ഷൻ ഉണ്ടാകും ആ സർഫസിന്, അതിനണക്കായിട്ട് നല്ല സിഗ്നലും കിട്ടും. ഓക്കെ, പക്ഷേ ആക്ച്വൽ ഫ്ലോസ് എന്ന് പറയുന്നത് ഇത്രയും പെർഫെക്റ്റ് ആയിരിക്കില്ല. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടാവും, സിഗ്നലിന് വേരിയേഷൻ ഉണ്ടാവും. മീൻസ് അവിടെ ഒരു കോംപ്രമൈസ് വരുന്നുണ്ട്. പ്രൊഡ്യൂസിങ് മോർ റിയലിസ്റ്റിക് ഡിഫക്റ്റ് ഈസ് പ്രൊഹിബിറ്റീവ്
by cost in most cases, and therefore ഇൻസ്പെക്ടർ ക്യാൻ ഓൺലി മേക്ക് എൻ എസ്റ്റിമേറ്റ് ഓഫ് ഫ്ലോ സൈസ്. അതായത് ഇൻസ്പെക്ടറിന് ഒരു സംവാട്ട് ഒരു ഐഡിയ കിട്ടും ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. ആ ഡിഫക്റ്റിൻ്റെ സൈസ് ആൻഡ് ലൊക്കേഷനെ പറ്റിയിട്ട് സംവാട്ട് ഒരു ഐഡിയ ആണ് കിട്ടുന്നത്. എക്സാക്റ്റ് 100% കിട്ടില്ല, കാരണം ഈ ഒരു ലിമിറ്റേഷൻസ് വരുന്നതുകൊണ്ട്. ഇനി കുറച്ച് റെഫറൻസ് ബ്ലോക്ക്, കാലിബ്രേഷൻ ഉപയോഗിക്കുന്ന റെഫറൻസ് ബ്ലോക്ക്സ്. IAW ടൈപ്പ് കാലിബ്രേഷൻ ബ്ലോക്ക്. IAW എന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വെൽഡിംഗ്. ഇതാണ് IAW ടൈപ്പ് 1 കാലിബ്രേഷൻ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ജനറലി എംപ്ലോയ്ഡ് ഇൻ കാലിബ്രേഷൻ ഓഫ് ട്രാൻസ്ഡ്യൂസർ വർക്കിംഗ് വിത്ത് ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് ഷിയർ വേവ്സ്. ഈ IAW ടൈപ്പ് 1 മെയിനായിട്ട് ആംഗിൾ ബീം പ്രോബ് കാലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. And they can be used for resolution checking, sensitivity checking, beam angle checking, gain setting, calibration of time base, etc. അടുത്തത് തിക്നെസ് കാലിബ്രേഷൻ സ്റ്റാൻഡേർഡ്സ്. ഈ അൾട്രാസോണിക് ടെസ്റ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് തിക്നെസ് മെഷർമെൻറ്റിനും കൂടെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു മെത്തേഡാണ്. അത് ഡിഫക്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമല്ല, തിക്നെസ് മെഷർമെൻറ്റിനും ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. തിക്നെസ് കാലിബ്രേഷൻ സ്റ്റാൻഡേർഡ്സ് മേ ബി ഫ്ലാറ്റ് or curved for pipe and tubing applications, consisting of simple variation in material thickness. തിക്നെസ് കാലിബ്രേഷൻ സ്റ്റാൻഡേർഡ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇതാണ്. ഇത് ഫ്ലാറ്റിന് വേണ്ടിയുള്ളതാണ്. അതായത് ഇനി കർവ്ഡ് അല്ലെങ്കിൽ ഇത് കർവ്ഡ് ടൈപ്പും ഉണ്ട്. പൈപ്പിംഗ് ആൻഡ് ട്യൂബിംഗ് പോലുള്ള ആപ്ലിക്കേഷൻസിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കർവ്ഡ് ആയിട്ടുള്ള തിക്നെസ് കാലിബ്രേഷൻ സ്റ്റാൻഡേർഡ്സും ഉണ്ട്. ഇതിൻ്റെ തിക്നെസ് വേരി ചെയ്ത്, അതായത് സ്റ്റെപ്പ്ഡ് ഫോർമാറ്റിലായത് തിക്നെസ് വേരി ചെയ്ത് പോകുന്നുണ്ട്. The distance area amplitude standards. Distance area amplitude standard utilize flat bottom holes or side drilled holes to establish non-reflector size with change in sound path from the entry surface. Distance area calibration standards ഇത് ഡിസ്റ്റൻസ് കാലിബ്രേഷന് വേണ്ടിയിട്ടും ഏരിയ കാലിബ്രേഷന് വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നതാണ്. മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ബ്ലോക്കാണ്. ഇത് ബോട്ടം ഹോൾസ് ഉണ്ടാവും. ഒന്നിക്കൽ ഇതിന് ത്രൂ ഹോൾസ് ഇതിൻ്റെ സൈഡിൽ നിന്ന് ഈ ഒരു സൈഡിൽ നിന്ന് ലൊക്കേഷനിൽ നിന്ന് ഹോൾ ഡ്രിൽ ചെയ്ത് ഈ ഒരു ഡയറക്ഷനിൽ പോകുന്നുണ്ടാവും. ഡിഫറെൻറ്റ് ലൊക്കേഷൻസിലുണ്ടാവും. ഒന്നുകിൽ അങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ ഇതിൻ്റെ ബോട്ടം ഫേസ്. ഇതിൻ്റെ ബോട്ടം ഫേസാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആ ബോട്ടം ഫേസിൽ നിന്ന് ഫ്ലാറ്റ് ഹോൾസ്, ഓക്കെ, ഈ ഒരു ഡയറക്ഷനിൽ ഹോൾസ് ഡ്രിൽ ചെയ്തിട്ടുണ്ടാവും. ഇതിൻ്റെയൊക്കെ ഡയമെൻഷൻസ് നമുക്ക് നോൺ ആയിരിക്കും. ആ ഹോളിൻ്റെ ഡയമീറ്റർ, അതിൻ്റെ ഡെപ്ത്ത്, അതേപോലെ ഈ ഒരു മെറ്റൽ ഡിസ്റ്റൻസ് പറയും ഈ ഒരു ടോപ്പ് സർഫസിൽ നിന്ന് ആ ഹോളിലോട്ടുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, ഇതിൻ്റെ വ്യൂ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു ഹോൾ ഉണ്ട് അടിയിൽ. ഇതിൽ ഈ ഒരു ടോപ്പ് സർഫസിൽ നിന്ന് ഈ ഒരു ഹോളിൻ്റെ ഈ സർഫസിലോട്ടുള്ള ഡിസ്റ്റൻസ്, അതിനെ മെറ്റൽ ഡിസ്റ്റൻസ് എന്ന് പറയും. ആ വാല്യൂ നമുക്ക് നോൺ ആയിരിക്കും. അതേപോലെ ഇതിൻ്റെ ഡയമീറ്റർ നമുക്ക് നോൺ ആയിരിക്കും. ഈ ഒരു വാല്യൂ, ഈ ഒരു ഹോളിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് അത് ഫിക്സഡ് ആയിട്ട് വെക്കും. ആ വാല്യൂ നമുക്ക് അറിയുന്നുണ്ടാവും. ഇനി എനിക്ക് ഡിസ്റ്റൻസ് കാലിബ്രേഷൻ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ ഒരു മെറ്റൽ ഡിസ്റ്റൻസ് വേരി ചെയ്യും. ഇതിൻ്റെ ഡയമീറ്റർ ഫിക്സ് ആക്കി വെക്കും, ചേഞ്ച് ചെയ്യാണ്ട് വെക്കും. അതിനുശേഷം ഈ മെറ്റൽ ഡിസ്റ്റൻസ് വേരി ചെയ്യും. അതങ്ങനെ വേരി ചെയ്യുന്നുണ്ടാവുക, ഡിഫറൻറ്റ് ഹൈറ്റിലെ ബ്ലോക്ക്സ് എടുക്കുന്ന സമയത്ത് ഈ ഒരു മെറ്റൽ ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്യും. അതാണ് ഡിസ്റ്റൻസ് കാലിബ്രേഷൻ ഉപയോഗിക്കുന്നത്. ഇനി ഏരിയ കാലിബ്രേഷൻ ചെയ്യുന്ന സമയത്ത് മെറ്റൽ ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആക്കി വെക്കും. അതിനുശേഷം ഇതിൻ്റെ ഡയമീറ്റർ ഇൻക്രീസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ സിലബസിനനുസരിച്ച് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഐഡിയ മാത്രമേ വേണ്ടൂ. കാലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ ആ ഇൻസ്ട്രുമെൻറ്റിനെ നോൺ വാല്യൂസിലോട്ട് സെറ്റ് ചെയ്യുന്നു, കോൺഫിഗർ ചെയ്യുന്നു. അതിനുശേഷം ആക്ച്വൽ സ്പെസിമെൻ ടെസ്റ്റ് ചെയ്യുന്നു. ആ സമയത്ത് കിട്ടുന്ന സിഗ്നലും ആദ്യത്തെ ആ നോൺ സിഗ്നലും തമ്മിൽ കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്താൽ നമുക്ക് ആ ഡിഫക്റ്റ്, അതിൻ്റെ ലൊക്കേഷനെ പറ്റിയിട്ടുള്ളൊരു ഐഡിയ കിട്ടും. അതാണ് ആക്ച്വലി കാലിബ്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ടോപ്പിക്ക് മോഡ്സ് ഓഫ് ഡിസ്പ്ലേ ഓർ ഡാറ്റ പ്രസൻറ്റേഷൻ. Information from ultrasonic testing can be presented in a number of different formats. The three most common formats are A-scan, B-scan and C-scan. ഇവിടെ കിട്ടുന്ന ടെസ്റ്റ് റിസൾട്ട് നമുക്ക് മെയിനായിട്ട് ഡിഫറെൻറ്റ് രീതിയിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഈ മോഡ്സ് ഓഫ് ഡിസ്പ്ലേ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡാറ്റ പ്രസൻറ്റേഷൻ. ഇതിന് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് A-scan, B-scan, C-scan. ഇതിൽ A-scan നമ്മൾ ഇത്രയും കാലം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ആ സെയിം മെത്തേഡിനാണ് ആംപ്ലിറ്റ്യൂഡ് ടൈം റിലേഷൻ കാണിക്കുന്നത്.
വേറെ 2 മെത്തേഡും കൂടിയുണ്ട്, ബി സ്കാൻ ആൻഡ് സി സ്കാൻ. അതാണ് അതിന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് എ സ്കാൻ ആണ്. എ സ്കാനിൽ വരുന്നത് ഓൾറെഡി നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കാര്യമാണ്. ദ എ സ്കാൻ പ്രസൻറ്റേഷൻ ഡിസ്പ്ലേസ് എമൗണ്ട് ഓഫ് റിസീവ്ഡ് അൾട്രാസോണിക് എനർജി ആസ് എ ഫങ്ഷൻ ഓഫ് ടൈം. ദ റിലേറ്റീവ് എമൗണ്ട് ഓഫ് received energy is plotted along vertical axis and elapsed time, which is related to sound energy travel time within the material, is displayed along the horizontal axis. എ സ്കാൻ ഇതാണ്. എ സ്കാൻ ഡിസ്പ്ലേ എന്ന് പറയുന്നത് വൈ ആക്സിസിൽ സിഗ്നൽ സ്ട്രെങ്ത് ആണ്, അല്ലെങ്കിൽ റിസീവ്ഡ് എനർജി, റിഫ്ലക്റ്റ് ആയിട്ട് റിസീവ് ചെയ്യുന്ന എനർജി അതിൻ്റെ സ്ട്രെങ്ത് ആണ് വൈ ആക്സിസിൽ എടുത്തിരിക്കുന്നത്. എക്സ് ആക്സിസിൽ ടൈമാണ്. ഏത് ടൈമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? സൗണ്ട് എനർജിക്ക് ആ മെറ്റീരിയലിലൂടെ ട്രാവൽ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടൈം, അതാണ് കാണിച്ചിരിക്കുന്നത്. ഇതിപ്പം ഇവിടെ എ ഉണ്ട്, ബി ഉണ്ട്, അതേപോലെ സി ഉണ്ട്. എ എന്ന് പറഞ്ഞാൽ ഒരു സർഫസ് ആണ്. ഇതാണ് ആക്ച്വൽ അതിൻ്റെ ബാക്ക് വാൾ എന്ന് പറയുന്നത്. ബിയും സിയും രണ്ട് ഡിഫക്ട്സ്. ഓക്കെ, ഇപ്പം ഈ ഒരു അൾട്രാസോണിക് പ്രോബ് എന്ന് വെച്ചാൽ ഈ ഒരു എൻഡിൽ നിന്ന് ഈ ഒരു എൻഡിലേക്ക് ട്രാവൽ ചെയ്യിക്കുന്നുണ്ട്. ആ സമയത്ത് അൾട്രാസോണിക് വേവ്സ് വരുന്നുണ്ടാവും, തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടാവും. അതിനെ റിസീവ് ചെയ്തിട്ട് നമുക്ക് ആംപ്ലിഫൈ ചെയ്ത് കാണിക്കുന്നുണ്ട്. ആ ഒരു പ്ലോട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് വൈ കോർഡിനേറ്റിൽ സിഗ്നൽ സ്ട്രെങ്ത് എടുത്തു, ഇവിടെ ടൈം, ആ അൾട്രാസോണിക് വേവ് മെറ്റീരിയലിലൂടെ ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന ടൈം. ഈ ഒരു കോർഡിനേറ്റ് എടുത്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് എ സ്കാൻ എന്ന് പറയുന്നത്. ഇതിൽ ഓരോ വേവ്സ് അങ്ങനെ വരുന്നത് നമ്മൾ ഇപ്പം ഡിസ്കസ് ചെയ്യും. ഇൻ ദ എ സ്കാൻ പ്രസൻറ്റേഷൻ, relative discontinuity size can be estimated by comparing signal amplitude obtained from the unknown reflector to that from known reflector. മീൻസ് ആ കാലിബ്രേഷൻ എന്നാണ് പറയുന്നത്. നോൺ റിഫ്ലക്ടർ എന്ന് പറയുന്നത് ആ റെഫറൻസ് ബ്ലോക്ക്, കാലിബ്രേഷൻ ഉപയോഗിക്കുന്ന റെഫറൻസ് ബ്ലോക്കാണ് പറയുന്നത്. അൺനോൺ റിഫ്ലക്ടർ എന്ന് പറയുന്നത് ഈ ഡിഫക്റ്റ്. റിഫ്ലക്ടർ എന്ന് പറഞ്ഞാൽ ഡിഫക്റ്റ് ആണ് എല്ലാം ഈ സർഫസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എവിടെ നിന്നാണോ അൾട്രാസോണിക് വേവ്സ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. Reflector depth can be determined by position of signal on horizontal tube. ഈ ഒരു ടൈമിൻ്റെ വാല്യൂ നോക്കിയിട്ട് നമുക്ക് ഈ ഒരു റിഫ്ലക്ടറിൻ്റെ ഡെപ്ത്ത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇവിടെ നോക്കി നമുക്ക് മനസ്സിലാവും ഈ ബാക്ക് വാൾ സിഗ്നലാണ് ഏറ്റവും കൂടിയ ടൈമിലുള്ളത്. കാരണം സൗണ്ട് വേവിന് ഇത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യേണ്ട ആവശ്യമുണ്ട് അവിടെ. ഇനി സീൻ്റെ കറസ്പോണ്ടിങ് സിഗ്നൽ നോക്കുന്ന സമയത്ത് അതിന് ടൈം കുറവാണ്, കാരണം ട്രാവൽ ചെയ്യേണ്ട ഡിസ്റ്റൻസ് കുറവാണ്. അതാണ് ഫൈനൽ പോയിൻറ്റിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ആ ഒരു ഡെപ്ത്ത്, ക്രാക്ക് ലോട്ടിലെ ഡെപ്ത്ത് നമുക്ക് എവിടെ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും? ഈ ഒരു എക്സ് ആക്സിസ് ടൈമിൻ്റെ വാല്യൂ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇതെങ്ങനെയാണ് വരുന്നതെന്ന്. ഇൻ ദ ഫിഗർ, ഇനീഷ്യൽ പൾസ് ജനറേറ്റഡ് ബൈ ട്രാൻസ്ഡ്യൂസർ ഈസ് റെപ്രസെൻറ്റഡ് ബൈ സിഗ്നൽ ഐ പി. അതാണ് നമ്മളെ ഇനീഷ്യൽ പൾസ് എന്ന് പറയുന്നത്, വിച്ച് ഈസ് നിയർ സീറോ ടൈം. As the transducer is scanned along the surface of part, 4 other signals are likely to appear at different times on the screen. ഇതാണ് ഇനീഷ്യൽ ലൊക്കേഷൻ. അതിനുശേഷം ഈ ഒരു ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ട്രാൻസ്ഡ്യൂസർ ഇത് ടെസ്റ്റ് സ്പെസിമെൻ ആണ്, അതിൻ്റെ മുകളിലൂടെ മൂവ് ചെയ്യുന്നത്. ആ സമയത്ത് എനിക്ക് എത്ര സിഗ്നൽ കിട്ടും? 4 സിഗ്നൽ. ഒന്ന് എ, ഇതാണ് ആക്ച്വൽ മെറ്റീരിയലിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത്. ഇത് തിക്നെസ് കുറഞ്ഞതാണ്. എ എന്നൊരു സിഗ്നൽ കിട്ടും, പിന്നെ ബാക്ക് വാളിൽ നിന്ന് സിഗ്നൽ കിട്ടും, ബി നിന്നും കിട്ടും, സി നിന്നും കിട്ടും. മീൻസ് 4 സിഗ്നൽ, ഇനീഷ്യൽ പൾസ് കൂടാണ്ട് 4 സിഗ്നൽസ് എനിക്ക് അഡീഷണൽ ആയിട്ട് കിട്ടാനുണ്ട്. ഓക്കെ, when the transducer is in its far left position, only the IP signal and signal A, the sound energy reflecting from the surface A, will be seen on the screen. ഇപ്പം ട്രാൻസ്ഡ്യൂസർ ലെഫ്റ്റ് സൈഡിലായില്ലേ, എനിക്ക് ഏതൊക്കെ സിഗ്നൽ മാത്രമേ കിട്ടുള്ളൂ? ഐ പി ഉണ്ടാവും, ഇനീഷ്യൽ പൾസ്, പിന്നെ സൗണ്ട് വേവ് എയിലെത്തി തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്തു, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിഗ്നൽ, ഇത് ആണ് ഉണ്ടാവുക. ഓക്കെ, ഈ ടൈം എന്ന് പറയുന്നത് ആ സൗണ്ട് വേവ് ആ മെറ്റീരിയലിലൂടെ ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന ടൈമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്, ഈ ഒരു എക്സ് ആക്സിസിൽ എടുക്കുന്നത്. അതിനുശേഷം ട്രാൻസ്ഡ്യൂസർ മൂവ് ചെയ്യിക്കുന്നു. എന്താ സംഭവിക്കുന്നത്? ആസ് ദ ട്രാൻസ്ഡ്യൂസർ is scanned to the right, a signal from the back wall BW will appear later in time, showing that sound has travelled farther to reach the surface. ഈ ഒരു സിഗ്നൽ അതിനുശേഷം ഞാൻ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു, പിന്നെ അൾട്രാസോണിക് വേവ്സ് ഇവിടുന്ന് വരുന്ന വേവ്സ് ബാക്ക് വാളിൽ തട്ടിയിട്ട് തിരിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നു, റിഫ്ലക്റ്റ് ചെയ്യുന്നു. ആ സിഗ്നലാണ് ഈ ബാക്ക് വാൾ BW എന്ന് പറയുന്നത്. അത് ഈ എനെക്കാട്ടിയും ഫാർ പോയിന്റിലാണ് ഉണ്ടാവുക. അതിൻ്റെ കാരണം
എയിലോട്ട് ട്രാവൽ ചെയ്യേണ്ട ഡിസ്റ്റൻസ്, എയിൽ വന്നിട്ട് തിരിച്ചു പോകേണ്ട ഡിസ്റ്റൻസ് ഇത്രയാണ്. പക്ഷേ ബാക്ക്വേർഡ് വന്നിട്ട് പോകേണ്ട ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഇത്രയും ഡിസ്റ്റൻസ് വന്നു. മീൻസ് കറസ്പോണ്ടിങ് ടൈം എന്തായി, ഇൻക്രീസ് ചെയ്തു. സെയിം വെലോസിറ്റിയിലാണ് ഇതിലൂടെ മൂവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ബാക്ക്വേർഡ് സിഗ്നൽ എനെക്കാട്ടിയും റൈറ്റിലോട്ട് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബീൻ്റെയും സീൻ്റെയും സിഗ്നൽ ലൊക്കേഷൻ എങ്ങനെയായിരിക്കുന്നു അതിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്. When the transducer is overflow B, signal B will appear at a point on the time scale that is approximately halfway between IP signal and backward signal. This indicates that flow B is about halfway between front and back surface of sample. ഇനി ഇത് ഇവിടെ എത്തി, ട്രാൻസ്ഡ്യൂസർ ഇവിടെ എത്തി, സിഗ്നൽ ഇവിടെ നിന്ന് വന്നിട്ട് നേരെ റിഫ്ലക്റ്റ് ചെയ്യുന്നു. ആ സമയത്ത് പിന്നെ എ എന്നുള്ള സിഗ്നൽ ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ ഈ എ സർഫസിൻ്റെ മുകളിലല്ല ട്രാൻസ്ഡ്യൂസർ ഉള്ളത്, ഇവിടെയാണുള്ളത്. എ എന്നുള്ള സിഗ്നൽ ഉണ്ടാവില്ല. ബാക്ക്വേർഡ് സിഗ്നൽ അത് ഡിപ്പെൻഡ് ചെയ്യും. ബീൻ്റെ സൈസ് വളരെ ലാർജ് സൈസാണെങ്കിൽ പിന്നെ ബാക്ക്വേർഡ് സിഗ്നൽ അന്നേരം ഉണ്ടാവില്ല. ഇനി ബീൻ്റെ ലൊക്കേഷൻ എവിടെയാണ് ഏകദേശം ഉണ്ടാവുക? ഈ ഒരു ബാക്ക്വേർഡിൻ്റെയും ടോപ്പ് സർഫസിൻ്റെയും ഏകദേശം മിഡായിട്ടാണ് ബി വരുന്നത്. ആ സമയത്ത് ആ ബി എന്ന് പറഞ്ഞ സിഗ്നൽ ഐ പിയുടെയും ബാക്ക്വേർഡ് സിഗ്നലിൻ്റെയും ഏകദേശം മിഡായിട്ടാണ് വരുന്നത്. കാരണം ട്രാവൽ ഡിസ്റ്റൻസ് പറഞ്ഞാൽ നേരെ പകുതിയായിട്ടാണ് വരുന്നത്. അതിനുശേഷം ട്രാൻസ്ഡ്യൂസർ പിന്നെയും മൂവ് ചെയ്യുന്നു. ആ സമയത്ത് ഏത് സിഗ്നൽ പോവും? ബി എന്നുള്ള സിഗ്നൽ പോയിട്ടുണ്ടാവും. പിന്നെ സീൻ്റെ മുകളിലെത്തുന്ന സമയത്ത് അടുത്ത സിഗ്നൽ കിട്ടി. when the transducer is moved over flow C, signal C will appear earlier in time since sound travel path is shorter, and signal B will disappear since sound will no longer be reflecting from it. സീൻ്റെ മുകളിലെത്തുന്ന സമയത്ത് ബി എന്നുള്ള സിഗ്നൽ ഓൾറെഡി പോയിട്ടുണ്ടാവും. പക്ഷേ സി എന്നുള്ള സിഗ്നൽ ഇവിടുന്ന് വന്നിട്ട് ഈ ഒരു ചെറിയ ഡിസ്റ്റൻസ് മാത്രമേ സൗണ്ട് വേവിന് ട്രാവൽ ചെയ്യേണ്ടി വരുന്നുള്ളൂ. അതിൻ്റെ കറസ്പോണ്ടിങ് ടൈമും ലെസ് ആയിരിക്കും. അതുകൊണ്ട് സി എന്നുള്ള സിഗ്നലിലോട്ടുള്ള ഈ ടൈം കിട്ടാനുള്ള ടൈം എന്ന് പറയുന്നത് കുറവായിരിക്കും ബാക്കി ബീനും എനെയും അത് ബാക്ക്വേർഡിനെയും കമ്പയർ ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ടാണ് സി സിഗ്നൽ ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഇതാണ് എ സ്കാൻ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. വൈ ആക്സിസിൽ സിഗ്നൽ സ്ട്രെങ്ത്തും പിന്നെ എക്സ് ആക്സിസിൽ ടൈമും. ഇത് നമുക്ക് ഏകദേശം അപ്രോക്സിമേറ്റ് ഡിഫക്റ്റിൻ്റെ ലൊക്കേഷനെ പറ്റിയുള്ള ഒരു ഐഡിയ എ സ്കാൻ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അടുത്തത് ബി സ്കാൻ. ബി സ്കാൻ പ്രസൻറ്റേഷൻ ഈസ് എ ക്രോസ് സെക്ഷണൽ വ്യൂ ഓഫ് ടെസ്റ്റ് സ്പെസിമെൻ. ഇൻ ദ ബി സ്കാൻ, ടൈം ഓഫ് ഫ്ലൈറ്റ് ഓഫ് സൗണ്ട് എനർജി ഈസ് ഡിസ്പ്ലേഡ് along the vertical axis and linear position of transducer is displayed along the horizontal axis. ഇവിടെ ആക്സിസിൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. എക്സ് ആക്സിസിൽ എടുക്കുന്നത് സ്കാൻ ഡിസ്റ്റൻസ് ആണ്. അതേപോലെ വൈ കോർഡിനേറ്റ് അല്ലെങ്കിൽ വെർട്ടിക്കൽ കോർഡിനേറ്റ് ആയിട്ട് എടുക്കുന്നത് ടൈം അല്ലെങ്കിൽ ഡെപ്ത്ത്. ടൈം അല്ലെങ്കിൽ അത് ഇൻഡയറക്റ്റായിട്ട് ഡെപ്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. കാരണം ഡെപ്ത്ത് കൂടുന്ന സമയത്ത് ആ ട്രാവലിംഗ് ടൈം എന്ന് പറയുന്നത് അധികമായിരിക്കും. സ്കാൻ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഈ ഒരു ട്രാൻസ്ഡ്യൂസർ ഈ ഒരു എൻഡിൽ നിന്ന് ഈ ഒരു എൻഡിലോട്ട് മൂവ് ചെയ്യുന്നത്, അതിന് കറസ്പോണ്ടിങ് ഡിസ്റ്റൻസ് ആണ് സ്കാൻ ഡിസ്റ്റൻസ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. From B scan, the depth of the reflector and its approximate linear dimension in the scan direction can be determined. ഈ ഒരു ബി സ്കാൻ നമുക്ക് കിട്ടുന്നത് ഡെപ്ത്ത്. ഇവിടെ ശ്രദ്ധിക്കണം, ടൈം ഡെപ്ത്ത് ഇതിൻ്റെ കോർഡിനേറ്റ് എടുത്തിരിക്കുന്നത് മുകളിൽ നിന്ന് താഴോട്ടാണ്. അതായത് ടോപ്പ് ടു ബോട്ടമാണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. 0 ടോപ്പിലും മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ബോട്ടത്തിലും വന്നുള്ളത്. മീൻസ് ഈ ഒരു വാല്യൂ കൂടുന്നതിനനുസരിച്ചിട്ട് ടൈം കൂടും അല്ലെങ്കിൽ ഡെപ്ത്ത് കൂടും. അതായത് ഈ ഒരു സർഫസ് എന്നുള്ള ഡെപ്ത്ത് കൂടും. ഓക്കെ, അതായത് ബാക്ക്വേർഡിലേക്കായിരിക്കും മാക്സിമം ഡെപ്ത്ത്. അതുകൊണ്ട് ഈ ഒരു ഡയറക്ഷനിലാണ് 0 to 9 ഞാനിവിടെ ഇപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. സ്കാൻ ഡിസ്റ്റൻസ് ഈ ഒരു ഡയറക്ഷനിൽ കിട്ടുന്ന വാല്യൂ എന്ന് വെച്ചാൽ ഒന്ന് ഡെപ്ത്ത് വാല്യൂ, ബി സ്കാനിൽ നിന്ന് കിട്ടുന്നത് ഒന്ന് ഡെപ്ത്ത് വാല്യൂ, ഫ്രീ സർഫസ് എന്നില്ലേ ആ ഡെപ്ത്ത് വാല്യൂ, ഈ ഒരു മെറ്റൽ സർഫസ് എന്നില്ലേ ആ ഡെപ്ത്ത് വാല്യൂ കിട്ടും. പിന്നെ ഇതിൻ്റെ ലീനിയർ ഡയമെൻഷൻ മീൻസ് ഈ ഒരു ക്രാക്കിന് കറസ്പോണ്ടിങ് ആയിട്ട് ലീനിയർ ആയിട്ട് വരുന്നത് മീൻസ് അതിനെ ഈ ഒരു പ്ലെയിനിലോട്ട് പ്രൊജക്റ്റ് ചെയ്താൽ കിട്ടുന്നത് ആ വാല്യൂ ലീനിയർ ഡയമെൻഷൻ. ഇത് മൂവ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഡയറക്ഷനിൽ പാരലായിട്ടില്ലേ ആ ലീനിയർ ഡയമെൻഷനും കൂടെ കിട്ടും. നമ്മളെ ഡിഫക്റ്റിൻ്റെ അല്ലെങ്കിൽ ആ ഡിസ്കണ്ടിന്യൂറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ലീനിയർ ഡയമെൻഷനും കൂടെ നമുക്ക് ബി സ്കാൻ റെപ്രസെൻറ്റേഷനിൽ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. In the B-scan image above, line A is produced as the transducer is scanned over the reduced thickness portion of specimen.
ഈ ഒരു എ എന്ന് പറഞ്ഞ ലൈൻ എപ്പോഴാണ് കിട്ടുന്നത്? ഇപ്പം ഇവിടെ ഈ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ് ട്രാൻസ്ഡ്യൂസർ മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഈ ഒരു ഇതിൻ്റെ കൂടെ മുകളിലൂടെ മൂവ് ചെയ്യുന്ന സമയത്താണ് എനിക്ക് ഈ ഒരു സിഗ്നൽ കിട്ടുന്നത്. അതായത് ഇതിൻ്റെ ലീനിയർ വാല്യൂ. ഓക്കെ, ഡെപ്ത് ഡയമെൻഷൻ, അതായത് ഇവിടെ നിന്ന് കൊടുത്തോട്ടില്ലേ അതിന് പ്രൊപ്പോർഷണലായിട്ടുള്ള ഡെപ്തും കിട്ടി. അതിനുശേഷം ഞാൻ പിന്നെയും മൂവ് ചെയ്യിക്കുന്ന സമയത്ത് പിന്നെ എവിടെ നിന്നാണ് വരുന്നത്? ബാക്ക് വാളിൽ നിന്നാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു ലൈൻ. പിന്നെയും മൂവ് ചെയ്യുന്ന സമയത്ത് എവിടെ എത്തി? ബീൻ്റെ അടുക്ക് എത്തി. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ബി, കാരണം ബിയിലോട്ടുള്ള ഡിസ്റ്റൻസ് കുറവാണ്. ഓക്കെ, ഈ ഒരു സർഫസിൽ നിന്ന് ബിയിലോട്ടുള്ള ഡിസ്റ്റൻസ് കുറവാണ്. അതുകൊണ്ടാണ് ഇത് എനെക്കാട്ടിയും മുകളിൽ ബി വന്നത്. ഇവിടെ നിന്നാണ് ഞാനിപ്പോൾ ഒറിജിനായിട്ട് എടുക്കുന്ന ഡിസ്റ്റൻസിന്. അതിനുശേഷം പിന്നെയും മൂവ് ചെയ്താൽ അടുത്ത ലൊക്കേഷനിൽ ആരായുള്ളത്? ബാക്ക് വാളിൽ നിന്നുള്ള സിഗ്നലാണ്. അതിനുശേഷം സി നിലെ ഡിസ്റ്റൻസ് കുറവായിരിക്കും, സർഫസിൻ്റെ ഡിസ്റ്റൻസ് കുറവായതുകൊണ്ട് ഈ ഒരു ഡിസ്റ്റൻസ് കുറവായിരിക്കും. അതിനുശേഷം ഈ ഒരു പോർഷൻ അതായിരിക്കും റിഫ്ലക്റ്റ് ചെയ്യുന്നത്, ബാക്ക് വാളായിരിക്കും റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അതായത് when the transducer is over the flows B and C, lines that are similar to length of flows and at a similar depth within the material are drawn on the B scan. അടുത്തത് സി സ്കാൻ. ബിയിൽ ക്രോസ് സെക്ഷണൽ വ്യൂ ആണ് തരുന്നതെങ്കിൽ ഇവിടെ ടോപ്പ് വ്യൂ ആണ് തരുന്നത്. ദ സി സ്കാൻ പ്രസൻറ്റേഷൻ ഡിസ്പ്ലേസ് എ പ്ലാൻ ടൈപ്പ് വ്യൂ ഓഫ് ടെസ്റ്റ് സ്പെസിമെൻ ആൻഡ് ഡിസ്കണ്ടിന്യൂറ്റീസ്. ഇൻ ദി സ്കാൻ, ultrasonic probe is swept continuously line by line on the top face. C-scan presentation are produced with an automated data acquisition system such as in immersion scanning. The C-scan presentation provides an image of feature that reflect and scatter sound within and on the surface of the test specimen. ഇവിടെ ഒരു ടെസ്റ്റ് സ്പെസിമെൻ ഉണ്ട്, അതിലൊരു ഡിഫക്റ്റ് ഉണ്ട്. ഓക്കെ, ഇതിപ്പം ഫ്രണ്ട് വ്യൂ ആണെങ്കിൽ ആ സ്പെസിമെൻ്റെ ടോപ്പ് വ്യൂ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു ഡിഫക്റ്റ് ഇതാണ് അതിൻ്റെ ടോപ്പ് വ്യൂവിൽ കാണിച്ചിരിക്കുന്നത്. ഇനി സി സ്കാൻ ഈ റെപ്രസെൻറ്റേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനെ സ്കാൻ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ വേയിലാണ് സ്കാൻ ചെയ്യുന്നത്. അൾട്രാസോണിക് പ്രോബ്സ് ഈ ഒരു ഡയറക്ഷനിൽ ഈ ഒരു ടെസ്റ്റ് സർഫസിൻ്റെ മുകളിലൂടെ മൂവ് ചെയ്യും. സ്കാൻ പാറ്റേൺ എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത് ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്തിട്ട് ഈ അൾട്രാസോണിക് പ്രോബ് മൂവ് ചെയ്യും. ഓക്കെ, ആ സമയത്ത് ആ റെപ്രസെൻറ്റേഷനിൽ നമുക്ക് ഡിഫക്റ്റ് ഇല്ല ലൊക്കേഷൻ നമുക്ക് കാണിച്ചു തരും. അങ്ങനെയാണ് ഈ സി സ്കാനിൽ ഡാറ്റ കാണിക്കുന്നത്. ഇതെപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? സി സ്കാൻ പ്രസൻറ്റേഷൻ ഈസ് യൂസ്ഡ് വെൻ ദ ഡെപ്ത് ഓഫ് ഡിഫക്റ്റ് ആർ ഇറലവൻറ്റ് ബട്ട് ദെയർ ഡിസ്ട്രിബ്യൂഷൻ പാരലൽ ടു ടെസ്റ്റ് സർഫസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ. ഈ സി സ്കാൻ റെപ്രസെൻറ്റേഷൻ യൂസ് ചെയ്യുന്നത് ഇതിലിപ്പോൾ നമുക്കിപ്പം ഡയറക്റ്റ് ഡെപ്തിൻ്റെ സർഫസിന് ഡെപ്ത് ആ ഡിഫക്റ്റിലോട്ടുള്ള ഡെപ്ത് നമുക്കിവിടെ ഡയറക്റ്റ് തരുന്നില്ല. നമുക്ക് ചില ആപ്ലിക്കേഷൻസിൽ ഈ ഡെപ്ത് വാല്യൂ നമുക്ക് ചിലപ്പം ഇമ്പോർട്ടൻ്റ് ആയിരിക്കില്ല. ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു ടോപ്പ് സർഫസിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതെങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. മീൻസ് നമ്മൾ മുകളിൽ നോക്കിയാൽ ഈ ഒരു സർഫസ് ടോപ്പ് സർഫസിനെ റിലേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഡിഫക്റ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ആപ്ലിക്കേഷൻസ് അവിടെയാണ് മെയിനായിട്ട് സി സ്കാൻ യൂസ് ചെയ്യുന്നത്. അടുത്ത ടോപ്പിക്ക് ടൈം ഓഫ് ഫ്ലൈറ്റ് ഡിഫ്രാക്ഷൻ, TOFD. ഇത് വെൽഡ് ഇൻസ്പെക്ഷൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആക്യുറേറ്റ് മെത്തേഡാണ്. ടൈം ഓഫ് ഫ്ലൈറ്റ് ഡിഫ്രാക്ഷൻ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് റിലയബിൾ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് മെത്തേഡ് ഇൻ ടെസ്റ്റിംഗ് വെൽഡ്സ് ഫോർ ബോത്ത് പ്രീ സർവീസ് ആൻഡ് ഇൻ സർവീസ് ഇൻസ്പെക്ഷൻ. വെൽഡ് ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് TOFD എന്ന് പറയുന്നത്. പ്രീ സർവീസ് വെൽഡ് എന്ന് പറഞ്ഞാൽ വെൽഡിങ് ജോയിൻ്റ് പ്രൊഡ്യൂസ് ചെയ്തു ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷനെ യൂസ് ചെയ്യുന്നതിന് മുന്നേ അത് ടെസ്റ്റ് ചെയ്യുന്നത്, അതാണ് പ്രീ സർവീസ്. ഇൻ സർവീസ് എന്ന് വെച്ചാൽ കുറച്ച് കാലം അത് യൂസ് ചെയ്തു, അതിനുശേഷം അതിലെന്തെങ്കിലും പിന്നെ എന്തെങ്കിലും ഡിഫക്റ്റ് വന്നിട്ടുണ്ടോ, ഓപ്പറേഷൻ ലോഡിങ്ങിലൊക്കെ വല്ല ഡിഫക്റ്റും വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇൻ സർവീസ് ഇൻസ്പെക്ഷൻ ചെയ്യുന്നത്. ഇതിന് രണ്ടിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അത്രയും ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് TOFD എന്ന് പറയുന്നത്. ഇനി ഡിഫ്രാക്ഷൻ എന്താണ്? Diffraction involves change in direction of wave as they pass through an opening or around an obstacle in their path. ഒരു വേവിൻ്റെ പാത്തിൽ ഒരു ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ട്. ഓക്കെ, ഇതാണ് ഡയറക്ഷൻ എങ്കിൽ ആ ഒരു ഓപ്പണിങ്ങിലൂടെ പോകുന്ന സമയത്ത് അതിൻ്റെ ഡയറക്ഷൻ എന്ത് ചെയ്യുന്നു? ചേഞ്ച് ചെയ്യുന്നു. അല്ലെങ്കിൽ അതിൻ്റെ പാത്തിലൊരു ഒബ്സ്റ്റക്കിൾ ഉണ്ടെങ്കിൽ ആ ഒബ്സ്റ്റക്കിളിന് അറൗണ്ടായിട്ടും അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. ഇതാണ്
ഡിഫ്രാക്ഷൻ ഫിനോമിന എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ്, മെഷറിംഗ് ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് റിഫ്ലക്റ്റഡ് സിഗ്നൽ is a relatively unreliable method of sizing defects because the amplitude strongly depends upon the orientation of crack. അതായത് നമുക്കൊരു ഡിഫക്റ്റ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി അൾട്രാസോണിക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത്. അതിൻ്റെ സൈസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ റിസീവ്ഡ് സിഗ്നൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ആ ആംപ്ലിറ്റ്യൂഡ് യൂസ് ചെയ്തിട്ട് ആ ഒരു ഡിഫക്റ്റിൻ്റെ സൈസ് കണ്ടുപിടിക്കുന്ന വെച്ചാൽ അത്ര ആക്യുറേറ്റ് അല്ല, അത്ര റിലയബിൾ ആയിട്ടുള്ളൊരു മെത്തേഡല്ല. കാരണം എന്ന് വെച്ചാൽ ആ റിഫ്ലക്റ്റഡ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഓറിയൻറ്റേഷൻ ഓഫ് ക്രാക്കിനെ ഡിപ്പെൻഡ് ചെയ്യും. അതായത് ക്രാക്കും അൾട്രാസോണിക് വേവ്സും തമ്മിലെ ഓറിയൻറ്റേഷൻ ഡിപ്പെൻഡ് ചെയ്യും. അതേപോലെ അതിൻ്റെ സർഫസ്, ആ ഡിസ്കണ്ടിന്യൂറ്റി സർഫസിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ ആ ഒരു ഡിഫക്റ്റിൻ്റെ സൈസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ആംപ്ലിറ്റ്യൂഡ് എടുക്കുന്നത് അത്ര റിലയബിൾ ആയിട്ടുള്ള മെത്തേഡല്ല. അതിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന എന്താണ്, ഇൻസ്റ്റെഡ് ഓഫ് ആംപ്ലിറ്റ്യൂഡ് TOFD യൂസസ് ടൈം ഓഫ് ഫ്ലൈറ്റ് ഓഫ് അൾട്രാസോണിക് പൾസ് ടു ഡിറ്റർമൈൻ ദ പൊസിഷൻ ആൻഡ് സൈസ് ഓഫ് റിഫ്ലക്റ്റർ. റിഫ്ലക്റ്റർ എന്ന് വെച്ചാൽ ക്രാക്കാണ് ഉദ്ദേശിക്കുന്നത്. ക്രാക്കിൻ്റെ സൈസും പൊസിഷനും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആംപ്ലിറ്റ്യൂഡിന് പകരം ടൈം ഡാറ്റ യൂസ് ചെയ്യുന്നു. അതാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് ഡിഫ്രാക്ഷനിൽ ചെയ്യുന്നത്. In a TOFD system, a pair of ultrasonic probes is placed on the opposite sides of weld. One of the probes, the transmitter, emit ultrasonic pulse that is picked up by probe on the other side, the receiver. ഇതാണ് ഇൻസ്പെക്ട് ചെയ്യേണ്ട വെൽഡ്. ഈ വി ഷേപ്പിൽ കാണിച്ചിരിക്കുന്നതാണ് വെൽഡ് എന്ന് പറയുന്നത്. ഞാനൊരു ട്രാൻസ്മിറ്ററും യൂസ് ചെയ്യുന്നുണ്ട്, റിസീവറും യൂസ് ചെയ്യുന്നുണ്ട്. ട്രാൻസ്മിറ്റർ അൾട്രാസോണിക് വേവ്സിനെ ട്രാൻസ്മിറ്റ് ചെയ്യും. ആ റിഫ്ലക്റ്റഡ് വേവ്സിനെ അല്ലെ ഇൻകമിങ് വേവ്സിനെ റിസീവർ അക്സെപ്റ്റ് ചെയ്യും. ഇൻ എ ഡിഫക്റ്റ് ഫ്രീ സാമ്പിൾ, സിഗ്നൽസ് പിക്ക്ഡ് അപ്പ് ബൈ റിസീവർ പ്രോബ് ആർ ഫ്രം 2 waves, one that travels along the surface and one that reflects from the back wall. ഇൻ കേസ് ഈ വെൽഡിൽ ഡിഫക്റ്റ് ഒന്നുമില്ല, ആ സമയത്ത് ഈ ട്രാൻസ്മിറ്ററിന് റിസീവറിലോട്ട് 2 സിഗ്നൽസാണ് പോകുന്നത്. ഒന്ന് ഈ ബാക്ക് വാൾ വന്നിട്ട് ബാക്ക് വാളിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്തിട്ട് പോകുന്നത്, രണ്ടാമത്തത് ഈ ലാറ്ററൽ വേവ് അതായത് സർഫസിലൂടെ പാസ് ചെയ്യുന്നത്. ആ 2 സിഗ്നൽസ് മാത്രമേ എത്തുള്ളൂ. ലാറ്ററൽ വേവും ബാക്ക് വാൾ സിഗ്നലും മാത്രമേ ഉണ്ടാവുള്ളൂ ഇതിൽ ഡിഫക്റ്റ് ഒന്നും ഇല്ലെങ്കിൽ. ഇനി ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? വെൻ എ ക്രാക്ക് ഈസ് പ്രസൻറ്റ് ദർ ഈസ് ഡിഫ്രാക്ഷൻ ഓഫ് അൾട്രാസോണിക് വേവ് ഫ്രം ദി ടിപ്സ് ഓഫ് ദി ക്രാക്ക്. ഇവിടെ ഒരു ക്രാക്ക് ഉണ്ട്, ആ സമയത്ത് ഇവിടുന്ന് വരുന്ന അൾട്രാസോണിക് വേവ്സ് അതിന് ഡിഫ്രാക്ഷൻ സംഭവിക്കും. അതിൻ്റെ ടോപ്പ്, ആ ക്രാക്കിൻ്റെ ടോപ്പ് എൻഡ് ടിപ്പെന്നും ബോട്ടം ടിപ്പെന്നും 2 എൻഡിന്നും ഡിഫ്രാക്ഷൻ സംഭവിച്ചിട്ട് 2 സിഗ്നൽസും കൂടെ അധികം കിട്ടും. അതാണ് ഈ അപ്പർ ടിപ്പ് ആൻഡ് ലോവർ ടിപ്പ്. അപ്പർ ടിപ്പ് എന്നുള്ളത് ആ ഒരു കറസ്പോണ്ടിങ് ടൈം എന്ന് പറയുന്നത് കുറവായിരിക്കും. കാരണം എന്ന് വെച്ചാൽ കറസ്പോണ്ടിങ് ട്രാവലിംഗ് ഡിസ്റ്റൻസ് കുറവാണ്. ഇനി ബോട്ടത്തെന്നുള്ളത് അതിനെക്കാട്ടിയും ടൈം കൂടുതലായിരിക്കും. ഇവിടെ വൈ കോർഡിനേറ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് ഇത് ആംപ്ലിറ്റ്യൂഡാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എക്സിൽ വരുന്നത് ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. ഇത് തമ്മിലെ ഈ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് ടൈം ഇൻ്റർവെൽ എന്ന് പറയുന്നത് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും? ഇതിൻ്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യും. വലിയ ക്രാക്കാണെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ കൂടുതലായിരിക്കും. അപ്പർ ടിപ്പ് ലോവർ ടിപ്പ് തമ്മിൽ ഈ വേവ്സ്, ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന വേവ്സിൻ്റെ ഗ്യാപ്പ് കൂടുതലായിരിക്കും. ആ ഒരു ടൈമിനില്ലതിനെ നമുക്ക് എങ്ങോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും? ഡിസ്റ്റൻസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും, വെലോസിറ്റി അറിയാമെങ്കിൽ. ഇതാണ് ഇതിൽ മെയിനായിട്ടുള്ള ഡാറ്റയായിട്ട് എടുക്കുന്നത്. യൂസിങ് മെഷേർഡ് ടൈം ഓഫ് ഫ്ലൈറ്റ് ഓഫ് ദി പൾസ്, സൈസ് ഓഫ് ക്രാക്ക് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ സിമ്പിൾ ട്രിഗ്നോമെട്രി. അതായത് ഈ ഒരു DT അപ്പർ ടിപ്പും ലോവർ ടിപ്പും ഇതിനിടയ്ക്കിലെ ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഡിഫറൻസ് DT അത് അറിയണം. പിന്നെ തിക്നെസ്, മെറ്റീരിയലിൻ്റെ തിക്നെസ് അറിയണം. പിന്നെ ഇതിൻ്റെ ആംഗിൾ, അതേപോലെ ട്രാൻസ്മിറ്റർ റിസീവർ തമ്മിലെ ഡിസ്റ്റൻസ് ഒക്കെ അറിയെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും? ഈ ഒരു ക്രാക്കിൻ്റെ സൈസും ലൊക്കേഷനും കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇതാണ് TOFD എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ഥാനത്ത് ഉപയോഗിക്കുന്നത് എന്താണ്? ടൈം ഓഫ് ഫ്ലൈറ്റ്. ആ ടൈമിൻ്റെ വാല്യൂ വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റിസൾട്ട് എന്തായിരിക്കും? ആക്യുറേറ്റ് റിസൾട്ട് ആയിരിക്കും. അടുത്തത് അപ്ലിക്കേഷൻസ് ഓഫ് അൾട്രാസോണിക് ടെസ്റ്റിംഗ് മെത്തേഡിൻ്റെ അപ്ലിക്കേഷൻസ്. ഫസ്റ്റ് വൺ, ടെസ്റ്റിംഗ് ഓഫ് വെൽഡ് ഇൻ പ്രഷർ വെസൽ
structures, aircraft, marines, etc. Testing of ferrous and non-ferrous pipes, rods, bars, etc. Inspection of large casting, forging, rails and rolled steel sections. Detection of fatigue crack in weld and boilers. Detection of corrosion in various petroleum and gas supply lines. Determination of thickness of piping, tubing, fins, etc. ഇതൊക്കെ ഡിഫക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ ആണ്. 6.1 എന്ന് പറയുന്നത് ഡിറ്റർമിനേഷൻ, തിക്നെസ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഡിഫക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനല്ല, തിക്നെസ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. 7ാമത്തത് ഡിറ്റക്ഷൻ ഓഫ് സ്ലാഗ്, ബ്ലോ ഹോൾസ്, ഇൻക്ലൂഷൻ, പൊറോസിറ്റി, എക്സെട്ര ഇൻ സ്പെസിമെൻ. ദെൻ എസ്റ്റിമേഷൻ ഓഫ് വോയിഡ് കണ്ടന്റ് ഇൻ കോമ്പോസിറ്റ് ആൻഡ് പ്ലാസ്റ്റിക്. ഇൻസ്പെക്ടിങ് സ്ട്രക്ചറൽ ഇൻറ്റഗ്രിറ്റി ഓഫ് എയർക്രാഫ്റ്റ് പാർട്സ്. ദെൻ ഫൈനലി എസ്റ്റിമേഷൻ ഓഫ് ഗ്രെയിൻ സൈസ് ഇൻ മെറ്റീരിയൽ. ഇതിൻ്റെ അഡ്വാൻറ്റേജസ്, മറ്റ് NDT മെത്തേഡ്സുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്തിൽ അഡ്വാൻറ്റേജസ്. സെൻസിറ്റീവ് ടു ബോത്ത് സർഫസ് ഡിഫക്റ്റ് ആൻഡ് ഡിഫക്റ്റ് പ്രസൻറ്റ് ഇൻ ബൾക്ക് ഓഫ് ദി മെറ്റീരിയൽ. അതായത് നമ്മൾ മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷനും പിന്നെ ലിക്വിഡ് പെനിട്രൻ്റ് ഇൻസ്പെക്ഷനും അതൊക്കെ മെയിനായിട്ട് സർഫസ് NDTs ആണ്. സർഫസ് ഡിഫക്റ്റാണ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുക. മാഗ്നറ്റിക് പാർട്ടിക്കിളിൽ സബ് സർഫസ് ഡിഫക്റ്റും കൂടെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ബൾക്ക് അധികം സർഫസും താഴെയുള്ള ഡിഫക്റ്റ് മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷനിൽ കിട്ടുന്നില്ല. അൾട്രാസോണിക് ആണെങ്കിലോ ഇതൊരു സർഫസ് NDT മാത്രമല്ല, ബൾക്ക് NDT ആണ്. സർഫസിലെ ഡിഫക്റ്റും പിന്നെ മെറ്റീരിയലിൻ്റെ ബൾക്കിലുള്ള ഡിഫക്റ്റും കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. സെക്കൻഡ് വൺ, ഡെപ്ത് ഓഫ് പെനിട്രേഷൻ ഫോർ ഫ്ലോ ഡിറ്റക്ഷൻ ഈസ് സുപ്പീരിയർ ടു അതർ NDT മെത്തേഡ്സ്. തേർഡ് വൺ, സ്മോൾ ഡിസ്കണ്ടിന്യൂറ്റി ക്യാൻ ബി ഡിറ്റക്റ്റഡ്. ഫോർത്ത് വൺ, ലാർജ് സ്പെസിമെൻ ക്യാൻ ബി ഇൻസ്പെക്റ്റഡ് ഇൻ ഷോർട്ട് ഡ്യൂറേഷൻ. മിനിമൽ പാർട്ട് പ്രിപ്പറേഷൻ ഈസ് റിക്വേർഡ്. അതായത് സർഫസ് ക്ലീനിങ് അങ്ങനത്തൊന്നും അധികം ആവശ്യമില്ല. ഓൺലി സിംഗിൾ സൈഡ് അസസ് ഈസ് നീഡഡ് വെൻ പൾസ് എക്കോ ടെക്നിക് ഈസ് യൂസ്ഡ്. ഹൈ ആക്യുറസി ഇൻ ഡിറ്റർമൈനിങ് റിഫ്ലക്ടർ പൊസിഷൻ ആൻഡ് എസ്റ്റിമേറ്റിംഗ് സൈസ് ആൻഡ് ഷേപ്പ്. റിഫ്ലക്ടർ എന്ന് വെച്ചാൽ ക്രാക്ക് അല്ലെങ്കിൽ ഡിഫക്റ്റ് പൊസിഷൻ. ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ് പ്രൊവൈഡ്സ് ഇൻസ്റ്റൻറ്റേനിയസ് റിസൾട്ട്. It has other uses such as thickness measurement in addition to flow detection and non-hazardous operation. Finally, limitations of ultrasonic testing. Surface must be accessible to transmit ultrasound. നോർമലി കോണ്ടാക്ട് ടെസ്റ്റിംഗ് മെത്തേഡാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് ഇമ്മേർഷൻ ടെസ്റ്റിങ്ങിനെക്കാട്ടിയും. ആ സമയത്ത് അൾട്രാസോണിക് വേവ്സ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാൻസ്ഡ്യൂസറും ടെസ്റ്റ് സ്പെസിമെനും തമ്മിൽ ഡയറക്റ്റ് കോണ്ടാക്ട്, കപ്ലൻ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഡയറക്റ്റ് കോണ്ടാക്ട് അവിടെ വേണം. മീൻസ് ആ സർഫസ് നമുക്ക് അക്സസിബിൾ ആയിരിക്കണം. സെക്കൻഡ് വൺ, സ്കിൽസ് ആൻഡ് ട്രെയിനിങ് ഈസ് മോർ എക്സ്റ്റെൻസീവ് ദാൻ വിത്ത് സം അതർ മെത്തേഡ്സ്. ഇവിടെ കാലിബ്രേഷൻ എന്നൊരു പ്രോസസ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആവശ്യമാണ്. തേർഡ് വൺ, നോർമലി റിക്വയർസ് എ കപ്ലിംഗ് മീഡിയം ടു പ്രൊമോട്ട് ട്രാൻസ്ഫർ ഓഫ് സൗണ്ട് എനർജി ഇൻ ടു ടെസ്റ്റ് സ്പെസിമെൻ. അതായത് കപ്ലൻറ്റിൻ്റെ ഇത് യൂസ് എന്തിനാണ് യൂസ് ചെയ്യുന്നതൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എയർ ഗ്യാപ്പ് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കപ്ലൻ്റ് യൂസ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്തിട്ടെങ്കിൽ ടെസ്റ്റ് സ്പെസിമെനിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വേവ്സിൻ്റെ എമൗണ്ട് കുറവായിരിക്കും. മീൻസ് റിസൾട്ട് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഫോർത്ത് വൺ, മെറ്റീരിയൽ ദാറ്റ് ആർ റഫ്, ഇറഗുലർ ഇൻ ഷേപ്പ്, വെരി സ്മോൾ, എക്സെപ്ഷണലി തിൻ ഓർ നോട്ട് ഹോമോജീനിയസ് ആർ ഡിഫിക്കൽട്ട് ടു ഇൻസ്പെക്ട്. Fifth one, cast iron and other coarse-grained materials are difficult to inspect due to low sound transmission and high signal noise. Then linear defect oriented parallel to sound beam may go undetected. Seventh one, reference standards are required for both equipment calibration and characterization of flows. അത് നമുക്ക് കറക്റ്റായിട്ട് റിസൾട്ടിനെ ഇൻ്റർപ്രറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആര് വേണം? കാലിബ്രേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ റെഫറൻസ് സ്റ്റാൻഡേർഡ് ആവശ്യമാണ്. ഇപ്പം ഇത് LPI അല്ലെങ്കിൽ മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷനൊന്നും ഒരു കാലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരാവശ്യം അവിടെ വരുന്നില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ ലിമിറ്റേഷൻസ് മറ്റ് മെത്തേഡ്സിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത്. ആൻഡ് വിത്ത് ദിസ് ക്ലാസ് ദ 4th module is completed.